നമസ്തേ. വിഗ്രഹത്തിൽ നനവില്ല എന്ന് ആരോപിച്ച മേൽശാന്തിക്ക് സ്ഥലം മാറ്റം. ഭരണാനുകൂല യൂണിയനിൽ ചേരാത്തതിന്റെ പ്രതികാര നടപടി എന്ന ആരോപണം. ദേവി വിഗ്രഹത്തിൽ അഭിഷേകം നടത്തിയില്ല എന്നാരോപിച്ചാണ് ചെറുവക്കൽ കുമ്പല്ലൂർക്കാവ് ദേവസ്വം ക്ഷേത്രത്തിലെ മേൽശാന്തിയായ കൃഷ്ണകുമാറിനെ ദേവസ്വം ബോർഡ് നെയ്യാറ്റിൻകര ഗ്രൂപ്പിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നത്. താൻ ക്ഷേത്രത്തിലെത്തിയപ്പോൾ സംശയം തോന്നിയതിനാൽ ഉടയാട മാറ്റാൻ നിർദ്ദേശിക്കുകയും വിഗ്രഹത്തിൽ നനവില്ല എന്ന് കണ്ടെത്തുകയും ചെയ്തു എന്നാണ് സ്ഥലം മാറ്റത്തിന് കാരണമായി അസിസ്റ്റന്റ് കമ്മീഷണർ പറയുന്നത്. എന്നാൽ തന്റെ അധികാര പരിധിക്ക് അപ്പുറമുള്ള കാര്യങ്ങളിലാണ് അസിസ്റ്റന്റ് കമ്മീഷണർ കൈകടത്തുന്നത് എന്നാണ് തന്ത്രിമാർ ഒന്നാകെ ആരോപിക്കുന്നത്. അന്വേഷണ വിധേയമായാണ് കൃഷ്ണകുമാറിനെ സ്ഥലം മാറ്റിയിരിക്കുന്നത്. 2018 ദേവസ്വം ബോർഡിൽ പ്രവേശിച്ച ശേഷം 2 മഹാക്ഷേത്രങ്ങളിൽ മേൽശാന്തിയായിരുന്ന തനിക്കെതിരെ തെറ്റിദ്ധാരണ മൂലമാണ് നടപടി എന്നും ശാന്തിക്കാരൻ എന്ന നിലയിലുള്ള തന്റെ അന്തസ്സിനെയും സത്യസന്ധതയെയും അധിക്ഷേപിക്കുന്നതാണ് ഈ നടപടി എന്നും കാട്ടി കൃഷ്ണകുമാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതുവരെ ഒരു ശാന്തിക്കാരനെയും അഭിഷേകം നടത്തി ഇല്ല എന്ന കാരണത്താൽ ദേവസ്വം ബോർഡ് ശിക്ഷിച്ചതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇത് തന്നെയാണ് കൃഷ്ണകുമാറിനെതിരെ ഉണ്ടായത് പ്രതികാര നടപടി ആണ് എന്ന സംശയം ഉയർത്തുന്നതും. തനിക്കെതിരെ ഉണ്ടായ തെറ്റായ ആരോപണങ്ങളാണ് ഇതെന്നും നടപടികളിൽ ഇളവുണ്ടാകണമെന്നും ചൂണ്ടിക്കാട്ടി ദേവസ്വം ബോർഡ് കമ്മീഷണർക്കും ചെയർമാനും പരാതി നൽകിയെങ്കിലും ഒന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല എന്നാണ് കൃഷ്ണകുമാർ പറയുന്നത്. ഭരണാനുകൂല യൂണിയനിൽ ചേരാത്തതിലുള്ള പ്രതികാര നടപടിയാണ് ഈ സ്ഥലം മാറ്റത്തിന് പിന്നിൽ എന്നാണ് ആക്ഷേപം അത്രയും ഉയരുന്നത്. 2018 ദേവസ്വം ബോർഡിൽ പ്രവേശിച്ച കൃഷ്ണകുമാർ ഇതുവരെ ഒരു യൂണിയനിലും ചേർന്നിട്ടില്ല. അഭിഷേകം കഴിഞ്ഞ് മുഖം ചാർത്തിയ വിഗ്രഹത്തിലെ ഉടയാട മാറ്റാൻ ആവശ്യപ്പെടാൻ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് അധികാരമില്ല എന്നാണ് തന്ത്രിമാർ പറയുന്നത്. കൂടാതെ വിഗ്രഹത്തിൽ നനവുണ്ടോ എന്ന് തൊട്ടു നോക്കാതെ പറയുവാനും കഴിയില്ല. ശ്രീകോവിലിന് പുറത്തു നിൽക്കുന്ന ആൾക്ക് ഇതെങ്ങനെ കഴിയും എന്ന ചോദ്യവും ഇവർ ഉയർത്തുകയാണ്. മാത്രമല്ല, അസിസ്റ്റന്റ് കമ്മീഷണർ ക്ഷേത്രം സന്ദർശിച്ച് 10 ദിവസങ്ങൾക്ക് ശേഷമാണ് കാരണം കാണിക്കൽ നോട്ടീസ് അയക്കുന്നത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 12 രാവിലെ 6:30 അസിസ്റ്റന്റ് കമ്മീഷണർ സൈനുരാജ് ക്ഷേത്രം സന്ദർശിച്ചത്. ദേവി നടയിൽ അഭിഷേകം ചെയ്യാതെ തലേ ദിവസത്തെ ഉടയാടയും മുഖം ചാർത്തും വെച്ച് പൂജ ചെയ്യുന്നതായി ബോധ്യപ്പെട്ടു എന്നും ഉടയാട മാറ്റി നോക്കിയപ്പോൾ ബിംബത്തിൽ അഭിഷേകം ചെയ്തതിന്റെ നനവ് കണ്ടില്ല എന്നുമാണ് കാരണം കാണിക്കൽ നോട്ടീസിൽ പറയുന്ന കാര്യം. എന്നാൽ 5:30 നട തുറന്നത് എന്നും ബിംബം ഉറപ്പിച്ചിരിക്കുന്ന അഷ്ടബന്ധത്തിന് കേടുപാടുള്ളതിനാൽ ഈർപ്പം പിടിക്കാതിരിക്കാൻ അഭിഷേകം കഴിഞ്ഞാൽ ഉടൻ തന്നെ ജലാംശം തുടച്ചു മാറ്റുന്നതാണ് രീതി എന്നും കൃഷ്ണകുമാർ അതിന് മറുപടിയും നൽകി. തലേ ദിവസത്തെ മുഖം ചാർത്താണ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ സന്ദർശന ദിവസവും നടത്തിയത് എന്നും അതുമായി ബന്ധപ്പെട്ട് ഭക്തരിൽ നിന്നും പരാതി ഉയർന്നിരുന്നതായും ഈ നോട്ടീസിൽ പറയുന്നുണ്ട്. എന്നാൽ തലേ ദിവസം മുഖം ചാർത്ത് നടത്തിയിട്ടില്ല എന്നും അന്നേ ദിവസം അരക്കാപ്പുള്ളതിനാൽ അഭിഷേകത്തിനു ശേഷം മുഖം ചാർത്ത് നടത്തി എന്നും കൃഷ്ണകുമാർ ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. മാത്രമല്ല, തന്റെ അറിവിൽ ഔദ്യോഗികമായി ഭക്തരുടെ പരാതി ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ശിക്ഷാ നടപടിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ചുവെങ്കിലും സ്ഥലം മാറ്റുകയായിരുന്നു. എന്തായാലും ഈ സംഭവം പ്രതികാരം തന്നെ എന്ന വ്യക്തമാണ്. ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടു തന്നെ അറിയാം.